ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഒരു കുട്ടി ട്രിപ്പ് പോവാണ്. പളനി, രാമേശ്വരം, ധനുഷ്കോടി അങ്ങനത്തെ ഏരിയാസൊക്കെ. ഇപ്പോൾ ഒരു 6 ആയിട്ടേ ഉള്ളൂ. കുറച്ചുകൂടെ ലേറ്റായിട്ടാണ്, കുറച്ചുകൂടെ നൈറ്റായിട്ടാണ് ഇറങ്ങുള്ളൂ. ഒരു 7-7:30 ഒക്കെ ആകുമ്പോൾ. പിന്നെ നൈറ്റും ഇന്ന് പ്രത്യേകിച്ച് ഒന്നും എടുക്കുന്നുണ്ടാകത്തില്ല, കാരണം ഒന്നും എടുക്കാനില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് നാളെ രാവിലെ അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ പളനിയിൽ എത്തിയിട്ടുണ്ട്. ഒരു 5 കഴിഞ്ഞപ്പോൾ വന്നായിരുന്നു. ഇപ്പോൾ റെഡിയായി അമ്പലത്തിലേക്ക് പോകാൻ നിൽക്കുവാണ്. കാവടിയൊക്കെ വരുന്നുണ്ട്. ഹായ് പറ. ഹലോ. എന്നെ പറ്റി പൊക്കിപ്പറ. ரொம்ப அழகான பொண்ணு. പറ. എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതെ, ഒരു പാവം കുട്ടിയാണ്. അതെ അല്ലേ? അതെ 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 അതെ, സബ്സ്ക്രൈബ് ചെയ്യണം. പോരെ. വെറുതെ നടക്കുവാണ്, ഒരു പണിയില്ല. പളനിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ടൈം അല്ല കേട്ടോ, ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പളനി എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര പോസിറ്റിവിറ്റി, അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക് കിട്ടുന്നത്. ഫുൾ കോലം. ഇതൊരു എക്സ്പീരിയൻസ് പറയട്ടെ. ഞാൻ പളനിയിൽ ഫസ്റ്റ് ടൈം വന്നപ്പോൾ മുരുകനെ കണ്ട് ഷോക്കായിപ്പോയി. കാരണം ഇത്രയും അഴകുള്ളൊരു രൂപം ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. ഞാൻ കണ്ട ടൈമിൽ ഫുൾ ഇത് നിന്നിങ്ങനെ തിളങ്ങുമായിരുന്നു. സോ ലൈക്ക് കണ്ടിട്ട് എന്താ ചെയ്യാൻ, മീൻസ് നമുക്കൊരു ഇത്രയും ഭംഗിയുള്ളൊരു രൂപം നമ്മൾ കാണുമ്പോൾ നമ്മൾ കുറച്ച് ഷോക്കായി നിൽക്കുമല്ലോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു എൻ്റെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മുരുകൻ്റെ എല്ലാ സോങ്സിലും ഈ അഴകെന്നുള്ള വേർഡുണ്ട്. അത് എത്ര ട്രൂ ആണെന്ന് എനിക്ക് അന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇത് എവ്വളോ സ്ലൈഡ് ഇരിക്കാ. അങ്ങനെ തൊഴുതിറങ്ങി 2 മണിക്കൂർ ക്യൂവിൽ നിന്നു. ഇറങ്ങിയപ്പോൾ നല്ല വെയിലായിരുന്നു. ഇപ്പോഴും നല്ല വെയിലാണ്, ഞാൻ വെയിലത്താണ് നിൽക്കുന്നത്. പിന്നെ മുരുകനെ കണ്ടു, അതുകൊണ്ട് സന്തോഷം, ഹാപ്പി. പിന്നെ ഫോൺ അലൗഡ് അല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തിട്ടില്ലായിരുന്നു. റൂമിൽ തന്നെ വെച്ചിട്ടാണ് പോയത്. ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഫോൺ എടുക്കുന്നവരും ഉണ്ട് കേട്ടോ. അവിടെ മുകളിൽ ഫോട്ടോ എടുക്കുന്നവരെയും കണ്ടായിരുന്നു. ഇനിയിപ്പോൾ മധുരൈ മീനാക്ഷി ടെമ്പിളിലേക്കാണ് പോകുന്നത്. ഇനി അവിടെ ചെന്നിട്ട് കാണാം. നല്ല വെയിലാണ്, അതുകൊണ്ട് ഞാൻ ഇത് നിർത്തുവാണ്. ഇപ്പം എടുക്കുന്ന നിർത്തുവാണ്. പിന്നെ അവിടെ സ്ട്രീറ്റിൽ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് ഓർത്ത് പോയി. അവിടെ എല്ലാത്തിനും ആക്ച്വലി വില കുറവാണ്. സോ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഏതാ വാങ്ങണ്ടേ? കമ്മൽ. കൺഫ്യൂഷൻ.
മധുര വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ നമ്മളൊക്കെ കൊണ്ടുവരാം, പക്ഷേ ഒന്നും എടുത്തില്ല അല്ലേ? അതെ, ഫോൺ അവിടെ കൊടുക്കണ്ടോ? അതെ, കൊടുക്കണം, അത് നമുക്കറിയായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ച് പുറത്തിറങ്ങുമ്പോൾ എടുക്കാമെന്ന്, പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ എടുക്കാൻ പറ്റില്ല. കാരണം ഫോൺ നമ്മൾ തിരിച്ച് മേടിച്ചില്ല, ഇപ്പോഴാണ് മേടിച്ചത്, അതുകൊണ്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. നിന്നെ എടുക്കാം, ഹായ് പറ, നിന്നെ എടുക്കുമായിരുന്നു. ഹായ്, ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ രാമേശ്വരത്താണ്. ഇപ്പം ഇവിടെ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടിയുടെ അടുത്ത് ഒരു സ്പേസ് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞ് ടെമ്പിളിലേക്ക് പോവും, എന്നിട്ട് ധനുഷ്കോടി അങ്ങോട്ടും കൂടെ പോവും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി എടുക്കാം. ചായ കുടിക്കാൻ വന്നു ഗൈസ്. പിന്നെ രാമേശ്വരത്ത് ചെന്നപ്പോൾ ഏതൊക്കെയോ അമ്പലത്തിലൊക്കെ കയറി കേട്ടോ. അവിടെ ഫുൾ ടെമ്പിൾസാണ്. അപ്പം ഞങ്ങൾ ഏതൊക്കെയോ അമ്പലത്തിൽ കയറി. പിന്നെ ഇത് ആക്ച്വലി ഒത്തിരി അങ്ങനെ എക്സ്പ്ലോർ ചെയ്തൊരു വീഡിയോ ഒന്നും അല്ല കേട്ടോ, ജസ്റ്റ് കുറച്ച് ക്ലിപ്സേ ഉള്ളൂ. ഈ ടെമ്പിളിൽ നിന്ന് നമുക്ക് ചരട് കിട്ടി. അത് പിന്നെ അങ്ങനാണല്ലോ. അതെ, ഇത് പിന്നെ ആ ബോർഡിൽ എൻ്റെ നെയിം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തതന്നേ ഉള്ളൂ. ഇതാണ് രാമനാഥസ്വാമി ടെമ്പിളിലേക്ക് പോകുന്ന സ്ട്രീറ്റ്. ആൻഡ് ഇവിടെ ടെമ്പിളിൻ്റെ അവിടെ ഒരു കടലുണ്ട്. നമ്മളപ്പോൾ ആ കടലിൽ പോയി കുളിക്കണം. എന്നിട്ട് അവിടെ 22 വെൽസ് ഉണ്ട്. അപ്പം അതിലെ വെള്ളത്തിലും കുളിക്കണം. പക്ഷെ അങ്ങനെ കുളിക്കാതെ നമുക്ക് കയറാം കേട്ടോ. ആൻഡ് ഈ സ്ട്രീറ്റിനെ പറ്റി പറയുവാണെങ്കിൽ ഇത്ര അൺഹൈജീനിക് ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് എനിക്കറിയില്ല. അവിടെ എന്തൊക്കെ വേസ്റ്റായിരുന്നു എന്നറിയാമോ? ഫുഡിൻ്റെ വേസ്റ്റ്, പിന്നെ ആനിമൽസിൻ്റെ വേസ്റ്റ് കുറേ ഇങ്ങനെ കിടക്കുന്നു. ഈവൻ ഡയപ്പർ പോലും അവിടെ വെറുതെ ഇങ്ങനെ ഇട്ടേക്കുവാണ്. ആൻഡ് ക്യൂ നിന്നപ്പോൾ ഞങ്ങൾക്ക് അത്ര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നില്ല. ഞങ്ങളുടെ ഫ്രണ്ട് നിൽക്കുന്നവർ കുറച്ച് പേര് അടി ഉണ്ടാക്കി. എന്നുവെച്ചാൽ ഇടയ്ക്ക് എന്തോ കയറുമോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പം അവർ ഹിന്ദിക്കാരായിരുന്നു. അപ്പം ഈ തമിഴ് ആൾക്കാർ അവരെ പിടിച്ച് തല്ലി. എന്നിട്ട് അത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന കൊച്ചിനിട്ടാണ് അടി കിട്ടിയത്. എന്നിട്ട് ആ കൊച്ച് അവിടെ കുറേ നേരം നിന്ന് കരയുമായിരുന്നു. അതിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ലൈക്ക് വീർത്ത് വന്നു അടി കിട്ടിയിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ വേറൊരു ലേഡിയും ഒരു ബോയി ആയിട്ട് അടി. പിന്നെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പോൾ അവിടെ ഓട്ടോക്കാർ വേറൊരാളെ പിടിച്ച്. ഈ അടിയൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഫുൾ ആ ഒരു ഇതൊക്കെ പോയായിരുന്നു. പിന്നെ ടെമ്പിളിൽ അലൗഡ് അല്ല, പക്ഷെ എന്നാലും എടുക്കുന്നവരുണ്ട്. പിന്നെ ഇത് ഹൗസ് ഓഫ് കലാം, APJ അബ്ദുൽ കലാമിൻ്റെ വീടാണ്. ഇവിടെ ആളുടെ അവാർഡ്, സർട്ടിഫിക്കറ്റ്സ്, ഫോട്ടോസ്, റൈറ്റിങ്സ്, ബുക്സ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഒത്തിരി വീഡിയോസൊന്നും അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ. അവിടെയും ഒന്നും അലൗഡ് അല്ലായിരുന്നു എന്ന് ബോർഡ് കണ്ടായിരുന്നു. സോ ഞാനൊന്നും എടുക്കാൻ നിന്നില്ല. പിന്നെ ഇത് ധനുഷ്കോടിയിലേക്ക് പോവാണ്. ഈ പോകുന്ന വഴിക്കും ഏതൊക്കെയോ ടെമ്പിളിൽ കയറിയായിരുന്നു. എനിക്ക് അതിൻ്റെ നെയിംസൊന്നും അറിയില്ല. പിന്നെ നമ്മുടെ ഇവിടുത്തെ പോലല്ലല്ലോ, കുറേ ഡിഫറൻസ് ഉണ്ടല്ലോ ടെമ്പിൾസൊക്കെ വരുമ്പം. എനിക്ക് ആക്ച്വലി അതൊന്നും അങ്ങനെ ടെമ്പിൾസായിട്ടൊന്നും തോന്നിയില്ല, പക്ഷെ ടെമ്പിളാണ്. ചേച്ചി
ഇതാണ് സൈക്ലോൺ വന്നപ്പോൾ തകർന്ന ചർച്ച്. പിന്നെ അവിടെ എത്തി, ധനുഷ്കോടി എത്തി. അപ്പോൾ ധനുഷ്കോടി എന്ന് പറഞ്ഞാൽ 2 സൈഡിലും 2 കടലാണ്. ഒന്ന് ബേ ഓഫ് ബംഗാളും ഒന്ന് ഇന്ത്യൻ ഓഷ്യനുമാണ്. എന്നിട്ട് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നൊരു പോയിൻ്റ്. അപ്പം ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു ഡ്രമാറ്റിക് ഒരു കടലാണ്, ലൈക്ക് ഭയങ്കര ലൗഡായിട്ടുള്ളൊരു കടലാണ്. ആൻഡ് ബേ ഓഫ് ബംഗാൾ എന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് കാമായിട്ടുള്ള ഒരു സീ ആണ്. അത് എന്താ പറയുക, അവിടെ ഉണ്ടെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല, അതുപോലെ അത്രയും കാമാണ്. കാരണം നമ്മൾ ഇങ്ങനെ ഇത് 2 കടലും മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. അപ്പോൾ ഇതിൽ കാണാമല്ലോ, ഒരു സൈഡ് കുറച്ച് കാമാണ്, ഒരു സൈഡ് അത്യാവശ്യം നല്ല ലൗഡായിട്ടുള്ള സൈഡാണല്ലോ. ആണോ? ഇതിപ്പോൾ പാമ്പൻ ബ്രിഡ്ജ് കാണാൻ വന്നേക്കുവാണ്. ഇവിടെ കുറേ പീകോക്സ് ഉണ്ടായിരുന്നേ, ഞങ്ങൾ അതിനെയൊക്കെ കണ്ടു. കുറേ അവർ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു. പിന്നല്ല, ഇത് ആണാണോ പെണ്ണാണോ മയില്? ഇത് പെണ്ണല്ലേ? അതൊന്നും കാണുന്നില്ല. നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. അപ്പുറത്തെ സൈഡിലെത്തി. അയ്യോ, ഈ കാറ്റ്. ആൻഡ് ഈ ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. ഞങ്ങൾ ഈവനിങ് ടൈമാണ് ചെന്നത്, സോ സൺസെറ്റ് ആയിരുന്നു. ആൻഡ് സൺൻ്റെ ആ ഗോൾഡൻ ലൈറ്റ് ആ വാട്ടറിൽ ഇങ്ങനെ റിഫ്ലക്റ്റ് ആവുന്നുണ്ടായിരുന്നു. സോ അത് നൈസ്, നല്ലൊരു വ്യൂ ആയിരുന്നു. ആൻഡ് അത്ര ഉണ്ടായിരുന്നുള്ളൂ ട്രിപ്പിൻ്റെ വിശേഷം. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബായ്. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക.